Next topic is existence of primitive roots for primes. Primitive root എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓർഡർ ഓഫ് ദ എലമെന്റ്, ഓർഡർ ഓഫ് ഗ്രൂപ്പ് എങ്ങനെയല്ല, ഓർഡർ ഓഫ് എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് പ്രിമിറ്റീവ് റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് ടേംസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാണ്. ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ, ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ജി എന്ന് പറയുന്നത് ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ഗ്രൂപ്പ് ജി. അപ്പോൾ ആ ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതാണ് അതിൻ്റെ ഓർഡർ. ഇനി നമുക്കത് ഇഫ് ദ ഗ്രൂപ്പ് ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ്, അപ്പോൾ ഇസഡ് ആൻഡ് സ്റ്റാർ വിത്ത് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രൈം ആണെന്ന് നിർബന്ധമില്ല, ഇറ്റ് ക്യാൻ ബി എനി വാല്യൂ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി പ്രൂവ് ദാറ്റ് ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് ഈസ് 5 അപ്പോൾ ഇങ്ങനെയുള്ളൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5 5 നമുക്കറിയാം ദാറ്റ് ഈസ് എ യൂളേഴ്സ് ടോർഷ്യൻ ഫംഗ്ഷൻ. അപ്പോൾ 5 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് ഈ ഗ്രൂപ്പിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് ജി ഈക്വൽ ടു Z21 സ്റ്റാർ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇസഡ് സ്റ്റാറിന് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞേക്കാണ് Z21 സ്റ്റാർ, ദാറ്റ് ഇസ് അനദർ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞാൽ 21 ആണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് ഈസ് 5 അപ്പോൾ എന്താണ് 5 ആയിരിക്കും ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 21 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ പഠിച്ചിട്ടുണ്ട്. രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 21 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 3 and 7. സോ 5 into 7 അത് നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അക്കോർഡിംഗ് ടു ദ പ്രോപ്പർട്ടി ഓഫ് 5. അപ്പോൾ 5 into 5 ഇനി നമ്മൾ 3യും 7 നോക്കുകയാണെങ്കിൽ രണ്ടും എന്താണ്? പ്രൈമാണ്. 5 പ്രൈം നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് പ്രൈം -1. സോ 5 ഈക്വൽ ടു p -1 ആണ്. അപ്പോൾ അതുകൊണ്ട് 5 എന്തായിരിക്കും? 3 -1 ദാറ്റ് ഈസ് 2. അതുപോലെ 5 എന്ന് പറഞ്ഞാൽ 7 -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ 2 into 6 ഈക്വൽ ടു 12. അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിൽ 12 എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ 12 എലമെൻറ്റ്സ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. 1 2 4 5 8 10 11 13 16 17 19 and 20. അപ്പോൾ ഈ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും? ഈ 21നോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരുടെ ജി സി ഡി നമ്മൾ എടുത്ത് നോക്കിയാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ ഇതാണ് ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ്. അപ്പോൾ നമ്മുടെ ഇതിലൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജി ഈക്വൽ ടു Z സ്റ്റാർ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇതിലെ ഓരോ എലമെൻറ്റ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓരോന്നിനും നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് എ. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ഒരു എലമെൻ്റ് ആണ് എ എന്ന് കരുതുക. ഇപ്പോൾ എ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓരോ എയും എടുത്തിട്ട് അല്ലെങ്കിൽ ഓരോ എലമെൻറ്റും എടുത്തിട്ട് നമ്മൾ റേസ് ടു ഐ കണ്ടുപിടിക്കുക. ഈ ഐ എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്രാ അപ് ടു നമുക്ക് പോവാൻ വാല്യൂസ്. ഇപ്പോൾ എ റേസ് ടു 1 ചെയ്തു, എ റേസ് ടു 2 ചെയ്തു, എ റേസ് ടു 3 ചെയ്തു. ഓരോന്നിനും എന്ത് ചെയ്യണം? എന്നിട്ട് മോഡ് തന്നെ ചെയ്യണം. സോ എ റേസ് ടു 1 മോഡൻ, എ റേസ് ടു 2 മോഡൻ, എ റേസ് ടു 3 മോഡൻ, അങ്ങനെ നമ്മൾ ഓരോന്നിനും റേസ് ടു സം പവേഴ്സ് 1 2 3 എടുക്കുക അപ് ടു സം പർട്ടിക്കുലർ വാല്യൂ മോഡുലോ n. അപ്പോൾ ഈ പവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തിന് ഈക്വലൻ്റ് ആയിട്ട് കിട്ടണം? കോൺഗ്രുവൻ്റ് ടു ഇ ആയിട്ട് കിട്ടണം. ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ദ ഗ്രൂപ്പ്. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഓൾവേസ് 1. അപ്പോൾ Z7 സ്റ്റാർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രൂപ്പിലെങ്കിൽ നമുക്ക് ഓരോ എലമെൻറ്റ്സും എടുത്ത് റേസ് ടു 1 റേസ് ടു 2 റേസ് ടു 3 അങ്ങനെ എക്സെട്രാ അപ് ടു റേസ് ടു 6 വരെ ചെയ്യുക. ഓരോന്നിനും എന്തെടുക്കുക? മോഡുലോ n ചെയ്യുക. അപ്പോൾ അതിൽ ഏതിനാണോ ഈക്വൽ ടു എന്ത് കിട്ടണം? ഐഡൻറ്റിറ്റി എലമെൻറ്റ് അല്ലെങ്കിൽ 1 കൊണ്ടുവരാനായിട്ട് കിട്ടുന്നത് ആ എലമെൻ്റ് ആയിരിക്കും അതിൻ്റെ, അല്ല ആ വാല്യൂ ആയിരിക്കും അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏത് പവർ എടുത്തപ്പോഴാണോ നമുക്ക് കോൺഗ്രുവൻ്റ് 1 ആയിട്ട് കിട്ടിയത്, ദാറ്റ് പവർ വിൽ ബി ദ ഓർഡർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എലമെൻറ്റ്. അപ്പോൾ ഈ ഓർഡർ ഓഫ് ദ എലമെൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ പ്രോബ്ലംസ് വരെ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക സംശയമുള്ളവർ. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. അപ്പോൾ എ എന്ന് പറഞ്ഞ എലമെൻറ്റ്, ഐ എന്ന് പറയുന്ന ഓർഡർ, ഇ എന്ന് പറഞ്ഞാൽ 1 ദാറ്റ് ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഫോർ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് മോഡുലോ n. അപ്പോൾ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും? വി ക്യാൻ ഫൈൻഡ് ദ പ്രിമിറ്റീവ് റൂട്ട്സ് ഓഫ് എ പർട്ടിക്കുലർ ഗ്രൂപ്പ്. അപ്പോൾ ഇതാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ്. ഇനി നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഓരോ എലമെൻറ്റ്സ്, ഈ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിനെ എല്ലാം എടുക്കുക, ഓരോന്നിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുക. ഇനി ഏതെല്ലാം എലമെൻറ്റ്സിൻ്റെ ഓർഡർ നമ്മളുടെ 5 ഈക്വലൻ്റ് ആയിട്ട് കിട്ടുന്നോ അതിനെല്ലാം നമുക്ക് എന്താണെന്ന് പറയാം? പ്രിമിറ്റീവ് റൂട്ട്സ് ആണെന്ന് പറയാം. അപ്പോൾ പ്രിമിറ്റീവ് റൂട്ട്സിന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളിത് രണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോ എലമെൻറ്റ്സിൻ്റെ ഓർഡർ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓർഡർ ഓഫ് ദ എലമെൻറ്റും 5 സെയിം ആണെങ്കിൽ നമുക്കതിന് പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറയാം. ഈ പ്രിമിറ്റീവ് റൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി അടുത്ത കൺസെപ്റ്റ്സ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മളുടെ മെയിൻ ടോപ്പിക്കിലേക്ക് എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് റൂട്ട്സ് ഉണ്ടോ ഇല്ലയോ, അല്ല എൻ്റെ എക്സിസ്റ്റൻസ് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്. ദിസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഹാസ് പ്രിമിറ്റീവ് റൂട്ട്സ് ഓൺലി ഇഫ് n ഈസ് 2 4 p raised to t or 2p raised to t. അപ്പോൾ ഒന്നുകിൽ n-ൻ്റെ വാല്യൂ 2 ആവുക അല്ലെങ്കിൽ 4 ആവുക, അല്ലെങ്കിൽ എന്തായിരിക്കണം? p raised to t. p എന്ന് പറഞ്ഞൊരു പ്രൈം ആയിരിക്കും, സം പ്രൈം റേസ് ടു സം പർട്ടിക്കുലർ വാല്യൂ, അല്ലെങ്കിൽ ഓർ
2 times the prime raised to some particular value. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ജിക്ക് പ്രിമിറ്റീവ് റൂട്ട് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രിമിറ്റീവ് റൂട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ എന്ത് നോക്കിയാൽ മതി, ഈ എന്നിനെ നമുക്ക് ഇത് ഏതെങ്കിലും ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഒന്നുകിൽ 2 or 4 ആണോ, അല്ലെങ്കിൽ സം പ്രൈം റേസ് ടു സം പവർ, അല്ലെങ്കിൽ 2 into സം പ്രൈം റേസ് ടു പവർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുക. അപ്പോൾ ഇതാണ് പ്രിമിറ്റീവ് റൂട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷൻ. ഇനി നമ്മുടെ ഗ്രൂപ്പിന് പ്രിമിറ്റീവ് റൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് പ്രിമിറ്റീവ് റൂട്ട്സ്, ഇതും ഇമ്പോർട്ടൻ്റ് ആയുള്ള റിസൾട്ടാണ്, ഈസ് 5 of 5n. നമ്മൾ നേരത്തെ പറഞ്ഞു ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച 5n ആണ്. അപ്പോൾ അതിന് ആ കിട്ടുന്ന റിസൾട്ടിനൂടെ ഒന്നുകൂടി നമ്മൾ യൂലേഴ്സ് ഡിസ്റ്റോർഷൻ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുക. സോ 5 of 5n. അപ്പോൾ ആദ്യം 5n കണ്ടുപിടിക്കുന്നു, അതിന് വീണ്ടും ഒന്നും കൂടി ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി അതിൽ ഡിസ്റ്റോർഷൻ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ പ്രിമിറ്റീവ് റൂട്ട്സിൻ്റെ കൗണ്ട്, എത്ര പ്രിമിറ്റീവ് റൂട്ട് ഉണ്ടെന്നുള്ളത്. സോ ഈ രണ്ട് റിസൾട്ട് നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഒരു ഗ്രൂപ്പിന് പ്രിമിറ്റീവ് റൂട്ട്സ് ഉണ്ടെങ്കിൽ ഈ എൻ്റെ വാല്യൂ ഇത് ഏതെങ്കിലും ഫോമിലായിരിക്കും. ഇനി അതുപോലെ തന്നെ പ്രിമിറ്റീവ് റൂട്ട്സിൻ്റെ കൗണ്ട് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5 of 5n. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ജി ഈക്വൽ ടു Zn സ്റ്റാർ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ ഇതിന് പ്രിമിറ്റീവ് റൂട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. 4 കേസുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കേസ് ഈസ് 17. സോ ജി 17 സ്റ്റാർ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ, ഇതിന് പ്രിമിറ്റീവ് റൂട്ട് ഉണ്ടോ ഇല്ലയോ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ n ഈക്വൽ ടു 17, 2 അല്ല 4 അല്ല. പി റേസ് ടു ടി നോക്കുക, പി എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ്സ് എ പ്രൈം. ഇവിടെ നമുക്കറിയാം 17 എന്ന് പറഞ്ഞ ഒരു പ്രൈമാണ്. അപ്പോൾ 17 റേസ് ടു 1 ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. സോ ഈ ഒരു ഫോമിൽ നമുക്ക് 17 റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ഈ Z17 സ്റ്റാർ എന്ന് പറഞ്ഞ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിന് പ്രിമിറ്റീവ് റൂട്ട്സ് ഉണ്ടായിരിക്കും. ഇനി സെക്കൻഡ് വൺ ഈസ് 20. ഇപ്പോൾ 20 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 അല്ല 4 അല്ല. ഇനി പ്രൈം റേസ് ടു സംതിങ് അല്ലെങ്കിൽ 2 പ്രൈം റേസ് ടു സംതിങ് ആയിട്ട് നമുക്ക് 20 റെപ്രസെൻറ്റ് ചെയ്യാനും പറ്റില്ല. സോ ദാറ്റ് മീൻസ് ദിസ് ഗ്രൂപ്പ് ഡസൻറ്റ് ഹാവ് എനി പ്രിമിറ്റീവ് റൂട്ട്സ്. ഈ തേർഡ് വൺ നമ്മൾ 38 കൺസിഡർ ചെയ്യണം. അപ്പോൾ 38ൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം 90 into 2 ആണ് 38. അപ്പോൾ ഇതേത് ഫോമിൽ വരും, 2 into p raised to 1. അപ്പോൾ ഇവിടെ 2 ഉണ്ട്. ഈ p raised to t എന്ന് പറഞ്ഞാൽ എന്താണ്, p is 19, t is 1. സോ 2 into 19 raised to 1 ഫോമിൽ നമുക്ക് എന്തിനാ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, 38 റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഈ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിന് പ്രിമിറ്റീവ് റൂട്ട്സ് ഉണ്ടായിരിക്കും. ഇനി ലാസ്റ്റ് കാണുന്ന ക്വസ്റ്റൻ, അതായത് Z50 സ്റ്റാറിന് അതിൽ n ഈക്വൽ ടു 50 വരുന്ന കേസിൽ, അത് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്, പ്രിമിറ്റീവ് റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ Z50 സ്റ്റാർ എന്ന് പറയുമ്പം n ഈക്വൽ ടു 50 ആണ്. 50 നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, 2 into 5 സ്ക്വയർ, 2 into 25. അപ്പോൾ ഇവിടെ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 2 ആണ്. നെക്സ്റ്റ് p raised to t എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 5 raised to 2. 5 p എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ പ്രൈം ഹിയർ, ടിയുടെ വാല്യൂ ഇവിടെ 1 അല്ല 2 ആയി. അപ്പോൾ 2 into 5 raised to 2 ഫോമിൽ നമുക്ക് 15 റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് 2p raised to t ഫോമിൽ നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, Z50 സ്റ്റാർ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിന് പ്രിമിറ്റീവ് റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് അതിൻ്റെ റിസൾട്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നമ്പർ ഓഫ് പ്രിമിറ്റീവ് റൂട്ട്സ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ, 5 of 5n. നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് നേരത്തെ പറഞ്ഞത് Z17 സ്റ്റാറിൻ്റെ കേസിൽ നമ്പർ ഓഫ് പ്രിമിറ്റീവ് റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ യൂസ് ദ സെയിം ഇക്വേഷൻ, 5 of 5n. 5 of 17 കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ വീണ്ടും ഒന്നും കൂടി 5 വാല്യൂവേറ്റ് ചെയ്യുക. 5 of 17 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 17 ഒരു പ്രൈമാണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ 5 of p കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു p - 1. അപ്പോൾ 17 - 1 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഈ ഉള്ളിലത്തെ 5 of 17ൻ്റെ ആൻസർ 16 ആണ്. എന്നിട്ട് വീണ്ടും അതിനൊന്നുകൂടി നമ്മൾ 5 of 16 വാല്യൂവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 8. അതായത് 8 നമ്പർ ഓഫ് പ്രിമിറ്റീവ് റൂട്ട്സ് ഈ ഒരു പർട്ടിക്കുലർ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിനുണ്ടായിരുന്നു. ഇനി 5D വാല്യൂവേഷൻ ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് യൂളേഴ്സ് ഡിസ്റ്റോർഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക അറിയത്തില്ലാത്തവർ. ഇനി നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം എന്ന് പറഞ്ഞാൽ സൈക്ലിക് ഗ്രൂപ്പ്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിന് തന്നെ പല പല പ്രോപ്പർട്ടീസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിന് പ്രിമിറ്റീവ് റൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കതിന് എന്താണെന്ന് പറയാം, യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സൈക്ലിക്. നമ്മൾ കുറേ ടേംസ് ലിങ്ക് ചെയ്താണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ ഓർഡർ ഓഫ് ദ എലമെൻറ്റ് പറഞ്ഞു, ഇനി ഓർഡറും 5 of n ഈക്വലായ നമുക്ക് അതിനെ പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറയാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഈ ഗ്രൂപ്പിന് പ്രിമിറ്റീവ് റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഗ്രൂപ്പ് ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ്. ഇനി ഓരോ പ്രിമിറ്റീവ് റൂട്ടിനെ നമുക്ക് ഈ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ കേസിൽ നമുക്ക് വേറൊരു പേര് വിളിക്കാം, ദാറ്റ് ഈസ് കോൾഡ് എ ജനറേറ്റർ. അപ്പോൾ ജനറേറ്റ് ചെയ്യാവുന്ന ടേമിൻ്റെ മീനിങ് എന്താ, ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ബേസിൽ നിന്ന് നമുക്ക് പുതുതായിട്ട് വാല്യൂസിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഈ പ്രിമിറ്റീവ് റൂട്ട്സിൽ നിന്ന് എൻറ്റയർ ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞ എലമെൻറ്റിനെ നമ്മൾ ജനറേറ്റർ എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു പ്രിമിറ്റീവ് റൂട്ടോ ഒന്നിൽ കൂടുതൽ പ്രിമിറ്റീവ് റൂട്ട്സോ ഉണ്ടായിരിക്കാം. പക്ഷേ ആ പ്രിമിറ്റീവ് റൂട്ട് ഉപയോഗിച്ച് ഈ എൻ്റയർ ഗ്രൂപ്പിലെ എലമെൻറ്റ്സിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇഫ് ഇറ്റ് ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ്. അപ്പോൾ ഈച്ച് പ്രിമിറ്റീവ് റൂട്ട് ഇസ് എ ജനറേറ്റർ ആൻഡ് ക്യാൻ ബി യൂസ് ടു ക്രിയേറ്റ് ദ ഹോൾ സെറ്റ്. അപ്പോൾ ജി എന്ന് പറഞ്ഞ പ്രിമിറ്റീവ് റൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ സെറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ജി ഈസ് എ പ്രിമിറ്റീവ് റൂട്ട്. സോ G⁻1 എടുക്കുക, G⁻2 എടുക്കുക, G⁻3 എടുക്കുക, എക്സെട്രാ അപ് ടു G⁵5 വരെ പോവുക. ഈ n എന്താണോ ആ 5 വരെ. അപ്പോൾ അത്ര ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഈ സെഡൻ സ്റ്റാറിലെ വാല്യൂസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. അപ്പോൾ അതാണ് സൈക്ലിക് ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും, ഇറ്റ് വിൽ ഓൾവേസ് ഹാവ് എ ജനറേറ്റർ എലമെൻറ്റ്. അപ്പോൾ ഈ ജനറേറ്റർ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്, നമ്മുടെ പ്രിമിറ്റീവ് റൂട്ട്സ് ആണ് നമ്മളെ ജനറേറ്റേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രിമിറ്റീവ് റൂട്ട്സ് ഉപയോഗിച്ച് ആ ഗ്രൂപ്പിലെ ബാക്കിയുള്ള എലമെൻറ്റ്സിനെ എല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഗ്രൂപ്പ് ജി ഈക്വൽ ടു നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഇസഡ് ആൻഡ് സ്റ്റാർ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. ഇത് സൈക്ലിക് ഗ്രൂപ്പ് ആവണമെങ്കിൽ എന്താണ് നമ്മുടെ കണ്ടീഷൻ, അതിന് പ്രിമിറ്റീവ് റൂട്ട്സ് ഉണ്ടാവണം. അതുകൊണ്ടാണ് പ്രിമിറ്റീവ് റൂട്ട്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് സൈക്ലിക്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അറിഞ്ഞിരിക്കുക. സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കും, പ്രിമിറ്റീവ് റൂട്ട്സ് ഉണ്ടായിരിക്കും. ഇത് സെഡ് ആൻഡ് സ്റ്റാർ ആയിരുന്നു. നെക്സ്റ്റ് വേരിയേഷൻ എന്താണെന്ന് നോക്കി, ഇസഡ് പി സ്റ്റാർ. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ ഇത് നിർബന്ധമായിട്ടൊരു പ്രൈം ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇസഡ് പി സ്റ്റാർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് എന്തായിരിക്കും, എപ്പോഴും സൈക്ലിക് ആയിരിക്കും. ഇനി ഇസഡ് ആൻഡ് സ്റ്റാർ സൈക്ലിക് ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് primitive roots.